നാഷണൽ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി വാടാനപ്പള്ളിയിൽ ഉപ്പുപടന്ന ഭാഗത്ത് സർവീസ് റോഡും ഹൈവേക്ക് മുകളിലൂടെ നടപ്പാതയും അനുവദിച്ചെന്ന തെറ്റായ വാർത്ത നൽകിയെന്നാരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയെയും നാട്ടുകാർ ഘേരാവോ ചെയ്തു. അതേപോലെ തന്നെയാണ് NH അവർ ഡിസൈൻ ചെയ്ത റോഡിൽ വേറെ എന്തെങ്കിലും കാര്യം നടത്തുന്നതിൽ കോൺട്രാക്ടർമാരല്ല ചെയ്യുക. അത് അവർ തന്നെ തീരുമാനം എടുക്കണം. സർവീസ് റോഡ് 7 മീറ്റർ സർവീസ് റോഡിന്റെ കാര്യം മാത്രമല്ല, അവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ സമയമാണ്. MLA നിയമസഭയിൽ വിഷയം പറഞ്ഞു. ആ സമയത്ത് അവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ കാര്യം എന്താ വെച്ചാല് അതിനോട് ഉദ്യോഗസ്ഥൻ നിയോഗിച്ചു ആകെ 2 ദിവസമായിട്ടില്ല. 2 ദിവസം മുമ്പ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കാര്യങ്ങൾ നടത്തിയില്ല, തന്ത്രിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർ ചെയ്യുന്നതാണ്? ആ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇനി എന്താ ചെയ്യുന്നത് അടുത്തൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. തീരുമാനം നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. ആ തീരുമാനം എടുത്തോളം കാലം പിന്നെ എങ്ങനെ നമ്മൾ ഈ പത്രത്തിൽ വാർത്ത കൊടുത്തിട്ട് അങ്ങനെ അപ്രോച്ച് റോഡിന് അനുമതി കൊടുത്തു വന്നിരിക്കേണ്ടി വന്നത് തെറ്റിദ്ധരിപ്പിക്കാണ് ആൾക്കാരെ. ഒരു വർഷമായി ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടന്നിട്ട് അന്നും മേഡം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതൊന്നും നടക്കാണ്ടായപ്പോഴാണ് ഈ തെറ്റായിട്ടുള്ള വാർത്തയും കൊടുത്തപ്പോഴാണ് അവർ അന്വേഷിച്ചപ്പോൾ നടക്കില്ല മനസ്സിലായപ്പോൾ വന്നത്. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. ഇതിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് രേഖാമൂലമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ രേഖാമൂലമുള്ള അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അനുമതി വന്നിട്ട് ഇത് രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇതെന്ത് രേഖ? നമ്മൾ പണിയാനുള്ള രേഖ, ആ പണിയാനുള്ള രേഖ തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് നാളിതുവരെ 80 കുടുംബങ്ങൾക്ക് വഴി നഷ്ടമാകുന്ന വിഷയത്തിൽ പഞ്ചായത്തോ MLAയോ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് വേണ്ട ഫണ്ട് അനുവദിക്കാതെ പൊള്ളയായ വാഗ്ദാനം മാത്രം നൽകുന്ന MLAയുടെ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ അറിയിച്ചു. സർവീസ് റോഡ് അനുവദിച്ചു എന്ന വാർത്ത വാസ്തവവിരുദ്ധമാണെന്ന് ദേശീയപാത അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ബോധ്യമായി. തുടർന്ന് പത്രക്കുറിപ്പ് നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സമീപിച്ചപ്പോൾ ഇതുവരെ രേഖകളൊന്നും ലഭിച്ചില്ലെന്നായിരുന്നു മറുപടിയെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പുതിയ നടപ്പാത വരുമ്പോൾ സർവീസ് റോഡ് നിർമ്മിക്കുന്നതിന് സ്ഥലം അപര്യാപ്തമാണ്. ആയതിനാൽ സർവീസ് റോഡ് നിർമ്മാണത്തിന് ശേഷം നടപ്പാത നിർമ്മാണം മതിയെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. സർക്കാർ ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു റോഡ് വരാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. അവർക്ക് കിട്ടേണ്ട അറിയിക്കുന്ന യാത്രാ സൗകര്യം, വാഹന സൗകര്യത്തോടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അത് ഇതുവരെയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായിട്ടില്ല. മാത്രമല്ല ഈ പ്രദേശത്തിലെ ജനങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ഈ പ്രശ്നങ്ങൾ എന്താണെന്നും അതിനെങ്ങനെ പരിഹാരം കാണാമെന്നും നാളെ ഇതുവരെയായിട്ടുള്ള ഒരു ശ്രമം ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവിടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വന്നു 1 വർഷം മുമ്പ്. അദ്ദേഹം ചില വാഗ്ദാനങ്ങൾ എടുത്തു പോയി. കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്ഥലം MLA നിയമസഭയിൽ ഈ വിഷയം സംസാരിച്ച അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അത് നിയോഗിക്കുമ്പോഴത്തേനും പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്ന അവിടെ സർവീസ് റോഡ് അനുവദിച്ചില്ല. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ്. ആ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ NHുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അധികൃതർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് NH അവർ ആകെ സംസാരിക്കുന്നത് ശിവാലയ എന്ന് പറയുന്നതിൻ്റെ കോൺട്രാക്ടർമാരുമായിട്ടാണ്. കോൺട്രാക്ടർക്ക് ഒരിക്കലും റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള NHൻ്റെ അതോറിറ്റിൻ്റെ അവരാണ് അതിൻ്റെ DPR തയ്യാറാക്കുന്നതും അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നതും എല്ലാം. അതിൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന അവരായിട്ട് ഒരു ചർച്ച ചെയ്തവരായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ശരിക്കും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇത് നടന്നിട്ടുള്ളത്.